സംഗി സ്റ്റോറിക്ക് പകരം മണിപ്പൂർ ഡോക്യുമെന്ററിയുമായി വൈപ്പിൻ പള്ളി. മുസ്ലിം വിദ്വേഷം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാർ ആശീർവാദത്തോടെ പുറത്തിറക്കിയ കേരള സ്റ്റോറി സിനിമയ്ക്ക് പകരം മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുവാൻ വൈപ്പിൻ സാഞ്ചോപുരം സെയിന്റ് ജോസഫ് പള്ളി. സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ ഭാഗമായാണ് വിശ്വാസ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ ഡോക്യുമെന്ററി കാണിച്ചത്. ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രഥമ പ്രദർശനത്തിന് 100-ലേറെ വരുന്ന വേദപഠന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും അതിനുവേണ്ടിയാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതെന്നും പള്ളി വികാരി നിതിൻ പനവേലിൽ ITV ന്യൂസിനോട് പറഞ്ഞു. കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. ഏതെങ്കിലും ഒരു രൂപതയോ സഭയോ ചിത്രത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിനാൽ അക്കാര്യത്തിൽ മാറ്റം വരില്ലെന്നും നിതിൻ പനവേലിൽ അഭിപ്രായപ്പെട്ടു. മണിപ്പൂര് ഒരു സത്യമാണ്, അതൊരു നടന്ന സംഭവമാണ്, അതൊരു വാസ്തവമാണ്. അതൊരു കെട്ടുകഥയല്ല, ഒരു നുണക്കഥയല്ല, ഊതിപ്പെരിപ്പിച്ച കഥയല്ല. അപ്പോൾ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പിന്നെ കേരള സ്റ്റോറിയിലേക്ക് ഞാനിപ്പോൾ അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നടത്തുന്നതിനുപരിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധിക്കാലത്തെ ഒരു 3 ദിവസങ്ങളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എപ്പോഴും രസകരമായിട്ടും ക്രിയാത്മകമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട്. അതിലിപ്പോൾ വീഡിയോ ആയിട്ടായിരിക്കാം, ഷോർട്ട് ഫിലിം ആയിട്ടായിരിക്കാം, കഥകളും പാട്ടുകളായിട്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ എത്രത്തോളം റൂട്ടഡ് ആണെന്നറിയില്ല ആ വിഷയത്തിൽ. അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ്, നടക്കുന്ന സംഭവമാണ്. അത് നമ്മളിപ്പോഴും മറന്നുകൂടാ. അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കാൻ തെറ്റില്ല. പക്ഷേ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മണിപ്പൂരിൻ്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഇതിന് റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, പ്രത്യേകിച്ച് സമയത്തിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രൊപ്പഗാണ്ട വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം മണിപ്പൂർ മറന്നുകൂടാ ഈ സമയത്തുള്ളത്. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേരള സ്റ്റോറിയും കണക്കുകൾ നിർത്തിയായിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? ആ കണക്കുകൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക്. കാരണം കണക്കുകളെല്ലാം ഊതിപ്പെരിപ്പിച്ച കണക്കുകളായിരുന്നു. അപ്പോൾ വീണ്ടും സഭയോട് വീണ്ടും ഓരോ സമയത്തും ചോദിക്കേണ്ടത് കണക്കുകൾ വെക്കൂ, കണക്കുകൾ നിരത്തൂ. എപ്പോഴാണ് കണക്കുകൾ വ്യക്തമായിട്ട് നിരത്തിയിട്ടുള്ളത്? ഓക്കെ, പറയുമ്പോഴൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കണക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിശോധിക്കപ്പെടണം, അത് അന്വേഷിക്കപ്പെടണം, അത് ചെറുക്കപ്പെടണം. പക്ഷെ കണക്കുകൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എപ്പോഴൊക്കെ കണക്കുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കണക്കുകൾ വിശദമാക്കട്ടെ, പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കട്ടെ. ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് നമുക്കിവിടെ അന്വേഷിക്കാമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ അതിനിവിടെ 100% നമ്മൾ സുതാര്യമാണ് ആ കാര്യത്തിൽ. ഇതോടെ സിറോ മലബാർ സഭയിലെ ഔദ്യോഗിക ക്രിസംഗിപക്ഷവും നിഷ്പക്ഷ പക്ഷവും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നു. ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ വസ്തുവകകളും സമ്പത്തും കൈയാളുന്ന കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക പക്ഷത്തിന് സംഘപരിവാർ അനുകൂല നിലപാടെടുക്കാതെ ഇപ്പോൾ മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് സ്ഥിതി. എതിർത്താൽ താറാവ് യോഹന്നാൻ്റെയോ പോൾ ദിനകരൻ്റെയോ അവസ്ഥയുണ്ടാകും. അരമനകളിൽ ED കയറി നിരങ്ങും. മാറുനോക്കി പിതാവടക്കം അകത്താകും. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരള സ്റ്റോറി എന്ന A സർട്ടിഫിക്കേഷനുള്ള പടം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണിച്ചത്. കുട്ടികളെ പള്ളിയിൽ ഏപ്പടം കാണിച്ചതിന് സഭാധ്യക്ഷനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തതിനാൽ നടപടി ഉണ്ടാകും എന്നാണ് സൂചന. കളങ്കിതരായ ബിഷപ്പുമാർ EDയെ ഭയന്ന് സംഘി കൂടാരത്തിൽ കയറി എങ്കിലും വിശ്വാസി സമൂഹം ഇതിന് എതിരാണ്. ഇക്കാര്യം പറഞ്ഞ് വിശ്വാസികളുടെ അടുത്ത് ചെന്നാൽ അവർ ബിഷപ്പിന്റെ അംശവടി അടക്കം പിടിച്ച് ഒടിച്ചു കളയും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.